ഭീകരാക്രമണത്തെ തുടർന്ന് ജമ്മു കാശ്മീർ ടൂറിസം ഒരു ദുരന്തമായി മാറിയിരിക്കുകയാണ്. പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ജമ്മു കാശ്മീരിൽ മാത്രമല്ല രാജ്യത്ത് തന്നെ പരിഭ്രാന്തി പടർത്തി. ആക്രമണത്തെ തുടർന്ന് ജമ്മു കാശ്മീർ വിടാൻ വിനോദസഞ്ചാരികൾ തിരക്കുകൂട്ടുകയാണ്. കേന്ദ്രഭരണ പ്രദേശം സന്ദർശിക്കാൻ പദ്ധതിയിട്ടിരുന്ന പലരും ടൂർ പ്ലാൻസ് ക്യാൻസൽ ചെയ്തു. ഹോട്ടൽ, വിമാന ബുക്കിംഗുകളൊക്കെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. സമീപ വർഷങ്ങളിലായി വർദ്ധിച്ചു വരുന്ന ഭീകരപ്രവർത്തനങ്ങൾ ജമ്മു കാശ്മീരിന്റെ ടൂറിസത്തെ ബാധിക്കുമെന്ന് ടൂർ ഓപ്പറേറ്റർമാർ പറയുകയാണ്. ഭീകരാക്രമണം രാജ്യമെമ്പാടും ഞെട്ടൽ തരംഗങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. കൂട്ടക്കൊല ജമ്മു കാശ്മീരിലെ ടൂറിസം മേഖലയെ ഇതിനോടകം ബാധിച്ചു കഴിഞ്ഞു. പെഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ജമ്മു കാശ്മീരിലേക്ക് പോകാൻ ഉദ്ദേശിച്ചിരുന്ന ആളുകൾ അവരുടെ പദ്ധതികൾ ഉപേക്ഷിക്കുകയാണ്. വിനോദസഞ്ചാരത്തിന്റെ പീക്ക് ടൈമിലാണ് ഇങ്ങനെയൊരു ആക്രമണം നടന്നത്. ഇപ്പോൾ ആളുകൾ ഹോട്ടൽ, ഫ്ലൈറ്റ് ബുക്കിംഗുകൾ ക്യാൻസൽ ചെയ്യാനായിട്ട് ട്രാവൽ ഏജന്റുമാരെ വിളിക്കുകയാണ്. അടുത്ത 10 ദിവസത്തേക്കുള്ള എല്ലാ യാത്രകളും പദ്ധതികളും നിർത്തലാക്കിയതായി കൊണോട്ട് പ്ലേസിലെ സ്കൈലിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഓപ്പറേറ്ററായ ആശിഷ് ശർമ്മ മാധ്യമങ്ങളോട് പറഞ്ഞു. വർഷത്തിലെ ഈ ഒരു സമയത്ത് മിക്ക ബുക്കിംഗുകളും വടക്കൻ സംസ്ഥാനങ്ങൾ, അതായത് ഗുജറാത്ത്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ നിന്നാണ് വരുന്നത്. ഇത്തരമൊരു ആക്രമണം നടന്നതോടെ ആളുകൾക്കിടയിൽ പരിഭ്രാന്തി പരന്നിട്ടുണ്ട്. അവരെല്ലാം വിളിച്ച് അവരുടെ ഹോട്ടൽ, മറ്റു ബുക്കിംഗുകൾ റദ്ദാക്കിയെന്ന് ആശിഷ് ശർമ്മ പറയുന്നു. റോഡ് മാർഗം യാത്ര ചെയ്യാൻ പദ്ധതിയിട്ടിരുന്ന എല്ലാവരും യാത്രകൾ റദ്ദാക്കി. ചിലർ ഫ്ലൈറ്റ് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ വിളിച്ചു. മറ്റുള്ളവർ ഓൺലൈനായി റദ്ദാക്കാൻ ശ്രമിക്കുകയായിരിക്കണമെന്ന് ശർമ്മ കൂട്ടിച്ചേർത്തു. കാശ്മീരിലേക്കുള്ള യാത്ര ആസൂത്രണം ചെയ്തിരുന്ന ആളുകൾ അവരുടെ പദ്ധതികൾ താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്നും ഇതിനകം വിമാന ടിക്കറ്റുകളും ഹോട്ടൽ ബുക്കിംഗുകളും എടുത്തവർ യാത്രാ പദ്ധതികളെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുകയാണെന്നും ലേ ട്രാവൽ വേൾഡിന്റെ മാനേജിംഗ് ഡയറക്ടർ, ട്രാവൽ ഏജന്റ് സഞ്ജയ് ഡാങ് പറയുന്നു. കാശ്മീരിലെ ടൂറിസം അതിന്റെ ഉച്ചസ്ഥായിലായിരുന്ന സമയത്തായിരുന്നു ഇങ്ങനൊരു ആക്രമണം. ആളുകൾ നിരവധി യാത്രാ ബുക്കിംഗുകൾ നടത്തിയിരുന്നു. കാശ്മീരിൽ തീവ്രവാദ സാഹചര്യത്തിന്റെ ഒരു ഘടകം ഉണ്ടായിരുന്നുവെന്ന് ആളുകൾ മറന്നുപോയിരുന്നു. എന്നാൽ ഈ ഒരു ആക്രമണം അത് വീണ്ടും ഓർമ്മിപ്പിച്ചു. കഴിഞ്ഞ 2 വർഷങ്ങളായി കാശ്മീരിൽ കാര്യങ്ങൾ മികച്ചതായിരുന്നു. കഴിഞ്ഞ വർഷം ഏപ്രിൽ, ജൂലൈ മാസങ്ങളിൽ കാശ്മീരിന് വളരെ നല്ല സമയമായിരുന്നു. വിനോദസഞ്ചാരികളുടെ ഒഴുക്ക് കാരണം കഴിഞ്ഞ വർഷം ഇതേ സമയം ഹോട്ടൽ മുറികൾ ബുക്ക് ചെയ്യുന്നത് ഒരു വെല്ലുവിളിയായിരുന്നു. ശ്രീനഗറിൽ നിരവധി പുതിയ ഹോട്ടലുകൾ തുറക്കുകയും ചെയ്തു. പുതിയ ഹോട്ടലുകളും വരാനിരിക്കുന്ന കൂടുതൽ അടിസ്ഥാന സൗകര്യങ്ങളും വേറെ. പെഹൽഗാം ഭീകരാക്രമണം ജമ്മു കാശ്മീരിലെ ടൂറിസം മേഖലയെ സാരമായി തന്നെ ബാധിച്ചു. വലിയ പ്രഹരമാണ് മേഖലയ്ക്കേറ്റത്. താഴ്വരയിലുടനീളം ഇതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവപ്പെടും. ഇത് ടൂറിസത്തെ ആശ്രയിക്കുന്ന തദ്ദേശവാസികളുടെ ഉപജീവന മാർഗത്തെ ബാധിക്കും. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സമാധാനപരമായ സാഹചര്യം കാരണം ടൂറിസം മേഖല വളർച്ചയുടെ പാതയിലായിരുന്നു. ഭീകരാക്രമണം അന്താരാഷ്ട്ര വിനോദസഞ്ചാരികളുടെ എണ്ണത്തെയും ബാധിക്കും. വർഷത്തിലെ ഈ ഒരു സമയത്താണ് ഇന്റർനാഷണൽ ടൂറിസ്റ്റുകൾ കൂടുതലായി കശ്മീർ സന്ദർശിക്കുന്നത്. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിലാണ് വിദേശ വിനോദസഞ്ചാരികളിൽ ഭൂരിഭാഗവും കശ്മീർ സന്ദർശിക്കുന്നത്. എന്നാൽ ഇത്തരം ആക്രമണങ്ങൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനാൽ ഇത് ലോകമെമ്പാടുമുള്ള വികാരത്തെ ബാധിക്കുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ. വരും ദിവസങ്ങളിൽ കൂടുതൽ ക്യാൻസലേഷൻസ് ഉണ്ടാകുമെന്നും തീർച്ചയാണ്. ജമ്മു കാശ്മീർ വിടാൻ വിനോദസഞ്ചാരികൾ തിരക്ക് കൂട്ടുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രദേശത്ത് നിന്ന് ആളുകളെ തിരികെ കൊണ്ടുവരാൻ ചില വിമാന കമ്പനികൾ അധിക സർവീസുകളും നടത്തുന്നുണ്ട്. ശ്രീനഗറിൽ നിന്ന് ഡൽഹിയിലേക്കും മുംബൈയിലേക്കും 2 അധിക വിമാനങ്ങൾ സർവീസ് നടത്തുമെന്ന് എയർ ഇന്ത്യ ഏപ്രിൽ 23 അറിയിച്ചിരുന്നു. ശ്രീനഗറിലേക്കും തിരിച്ചുമുള്ള മറ്റെല്ലാ വിമാനങ്ങളും സ്കെഡ്യൂൾ പ്രകാരം സർവീസ് തുടരുമെന്നും ഈ മേഖലകളിൽ 2025 ഏപ്രിൽ 30 വരെ സ്ഥിരീകരിച്ച ബുക്കിംഗുകളുള്ള യാത്രക്കാർക്ക് എയർ ഇന്ത്യ സൗജന്യ റീസ്കെഡ്യൂളിംഗ്, അതുപോലെ ക്യാൻസലേഷൻ, മുഴുവൻ റീഫണ്ടും വാഗ്ദാനം ചെയ്യുന്നു. സമീപ വർഷങ്ങളിൽ ജമ്മു കാശ്മീർ വർദ്ധിച്ചു വരുന്ന വിനോദസഞ്ചാരികളാൽ നിറഞ്ഞു. 2024 2.3 കോടി വിനോദസഞ്ചാരികൾ സന്ദർശിച്ചതായി മുഖ്യമന്ത്രി അബ്ദുള്ള കഴിഞ്ഞ മാസം നിയമസഭയിൽ പറഞ്ഞിരുന്നു. 2019 ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷം വിനോദസഞ്ചാര മേഖലയിൽ വളരെ വലിയ വർധനവ് ഉണ്ടായതായി ആഭ്യന്തര മന്ത്രാലയം രാജ്യസഭയിൽ പറഞ്ഞിരുന്നു. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ് റായ് പറയുന്നതനുസരിച്ച് 2024 ജനുവരി മുതൽ ജൂൺ വരെ 1 കോടിയോളവും 2023 2 കോടിയിൽ പരം വിനോദസഞ്ചാരികൾ ജമ്മു കാശ്മീർ സന്ദർശിച്ചു എന്നാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടെ ടൂറിസം മേഖല ശരാശരി 15.13% വാർഷിക വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയെന്നാണ് റിപ്പോർട്ട്. ജമ്മു കാശ്മീരിനെ സാധാരണ അവസ്ഥയുടെ അടയാളമായി കേന്ദ്ര സർക്കാർ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കാശ്മീരിനെ ഒരു ആഗോള ടൂറിസം കേന്ദ്രമായി സ്ഥാപിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഇതിനായി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കേന്ദ്രഭരണ പ്രദേശത്തെ ടൂറിസം മെച്ചപ്പെടുത്തുന്നതിനായി സർക്കാർ നയപരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നിരുന്നു. കാശ്മീരിൽ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നതും ജമ്മു കാശ്മീരിൽ സിനിമകളുടെ ഷൂട്ടിംഗ് പ്രോത്സാഹിപ്പിക്കുന്നതുമൊക്കെ ഈ നടപടികളിൽ ഉൾപ്പെട്ടിരുന്നു. 2023 മെയ് മാസത്തിൽ ശ്രീനഗർ 3ാമത് G20 ടൂറിസം വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് നടത്തി. അതിൽ കുറഞ്ഞത് 60 വിദേശ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. ഇപ്പോൾ വിദഗ്ധർ പറയുന്നത് പെഹൽഗാം ഭീകരാക്രമണം പ്രദേശവാസികളിലും സഞ്ചാരികളിലും ഒരേപോലെ ഭയം വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. ടൂറിസത്തിലെ നഷ്ടം പ്രദേശവാസികളുടെ ഉപജീവനം വഴിമുട്ടിക്കും.